അമിതമായിട്ടുള്ള ടെൻഷൻ ഒരാളെ രോഗിയാക്കുന്നത് എങ്ങനെയെന്നറിയാവോ? പലപ്പോഴും ഓവറല്ല ടെൻഷൻ വന്ന് നമ്മളതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ തുടർച്ചയായിട്ട് ടെൻഷൻ നിൽക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും വല്ലാണ്ട് അലട്ടിയെന്ന് വരാം. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതേ അവസ്ഥ നിങ്ങളെ രോഗികളാക്കി മാറ്റും. നിങ്ങൾക്ക് ഇത്തരത്തിൽ ടെൻഷൻ കൊണ്ട് ഒരു രോഗം വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ഡോക്ടറെ കാണുകയും പിന്നെ രോഗത്തിന് മരുന്നെടുക്കുകയും ചെയ്യുന്നത്. ടെൻഷൻ നിങ്ങൾ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ രോഗം നിങ്ങളെ വിട്ട് മാറത്തുമില്ല. ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം ഓവറായിട്ട് ടെൻഷൻ ഉള്ളവരുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ ഇത് രക്തത്തിൽ ഇൻസുലിൻ മെറ്റബോളിസം വ്യത്യാസം വരുത്തുകയും രക്തത്തിൽ എപ്പോഴും ഷുഗർ ലെവൽ കൂടി നിൽക്കാൻ കാരണമാകുകയും ചെയ്യും. ഇത് ക്രമേണ നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയർത്തും. കൂടുതലായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ് കൂട്ടുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കും. നിങ്ങൾ പൊണ്ണത്തടി വരുന്നതിന് കാരണമാകും. ഉറക്കക്കുറവ് വരുന്നതിന് കാരണമാകും. കൂടാതെ നിങ്ങളുടെ ഈ പ്രമേഹത്തിന്റെ ടെൻഡൻസി കൂട്ടിയെടുത്തു എന്ന് വരാം. കൂടാതെ ഇൻസുലിൻ മെറ്റബോളിസത്തിലുള്ള വ്യത്യാസം വരുന്ന കാരണം നിങ്ങൾക്ക് രക്തത്തിൽ ഷുഗർ ലെവൽ ഒട്ടും കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നതാണ്. പലപ്പോഴും ഓവറായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിലോ ഉറക്കക്കുറവുണ്ടെങ്കിലോ രാവിലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ലെവൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഇത്തരക്കാരുടെ ശരീരത്തിൽ കാണുന്നതാണ്. ഇങ്ങനെ ടെൻഷൻ ഒരാളെ ക്രമേണ രോഗിയാക്കിക്കൊണ്ടേയിരിക്കും. കഴിയുന്നത്ര ഓഫീസിലുള്ള ടെൻഷനാണോ വീട്ടിലുള്ള ടെൻഷനാണോ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. റിലാക്സിങ് ടെക്നിക്കുകൾ, മൈൻഡ് റിലാക്സിങ് ടെക്നിക്സുകൾ, വ്യായാമം, കൃത്യമായിട്ടുള്ള യോഗ പോലുള്ള ശരീരത്തിലെ ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ, പ്രാണായാമ പോലെ ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ശീലിക്കാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻഷൻ മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും.